സമൂസ അല്ല, മീറ്റ് റോളായിരുന്നു. അതേടോ, എപ്പോഴും നമ്മൾ നല്ല റെസിപ്പീസ് മാത്രം കണ്ടാൽ എങ്ങനെയാ? ഇടയ്ക്കിത് പാളിപ്പോകുന്ന റെസിപ്പീസ് കാണുന്നില്ലേ? അപ്പൊ ദേ നമുക്ക് ഇന്നത്തെ റമദാൻ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ ഒരു സമൂസയാണ് കേട്ടോ. ഇപ്പൊ ഇടയ്ക്ക് വിച്ചാപ്പിക്ക് പുളിച്ച ഉണ്ടാക്കി കൊടുത്താണ്. നമുക്ക് നോക്കാണെങ്കിലും കുഞ്ഞിനും കൊടുക്കണമല്ലോ. അപ്പൊ ദേ സമൂസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സിനാണ് എഗ്ഗ് സമൂസയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ചിക്കൻ ഉണ്ടായിരുന്നു, പക്ഷെ ചിക്കൻ വെള്ളത്തിലൊക്കെ ഇട്ട് വന്നപ്പോൾ തന്നെ നോമ്പ് തുറക്കാനുള്ള നോമ്പ് തുറക്കാൻ അരമണിക്കൂറുള്ളപ്പോഴാണ് ഞാൻ ഇത്രയും പണികൾ ചെയ്യുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ സമൂസയാണ് ഉണ്ടാക്കുന്നത്, എഗ് സമൂസ. ഒരാൾ കളിയാക്കി കാണിച്ച കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. അത് എഗ് സമൂസയ്ക്ക് ലീഫ് ഉണ്ടാക്കണം. ലീഫ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു കുടുംബിനിയായി കളിച്ചതാണ്. ഞാൻ പറഞ്ഞു ലീഫൊന്നും വായിക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ വലിയ ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലീഫ് ഉണ്ടാക്കുന്ന സീനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ലീഫ് ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ടായിരുന്നു. അത് സ്കിപ്പ് ചെയ്തതിന്റെ പേരിൽ എനിക്ക് ലീഫ് തിന്നായിട്ട് കിട്ടിയില്ല. തിന്നായിട്ട് കിട്ടാതെ കൊണ്ട്, പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് കേട്ടോ. ഇങ്ങനെ നമ്മൾ മൈദയും എണ്ണയും ഉപ്പും കൂടെ വെള്ളത്തിൽ അത്യാവശ്യം കുഴച്ചെടുത്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ലെയർ ആയിട്ട് അടുക്കിയിട്ട് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഓരോരോ ലീഫായിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് പാളൽ ഇവിടെ ഇതായി ഗൈസ്. എന്താ പറയാ, മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചൊക്കെ വരുന്നില്ല. പിന്നെ രണ്ടാമത് പരത്തി നമ്മളങ്ങനെ തോറ്റു കൊടുക്കത്തില്ലല്ലോ. രണ്ടാമത് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുത്തു. പക്ഷെ സമൂസയുടെ സെറ്റിംഗ് ചെയ്യാനുള്ള സമയമില്ല, അരമണിക്കൂറോളപ്പോൾ ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ മിഠായി പൊതിയൊക്കെ ആക്കിട്ടോ. അങ്ങനെ ഞാൻ റോളാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതാണ് അവസാനത്തിൽ. എന്നാലും സംഭവം അടിപൊളിയായിരുന്നു. സമൂസ അല്ല, മീറ്റ് റോളായിരുന്നു.